Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. നമസ്കാരം, തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പരിശോധിക്കാം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇനിയെങ്കിലും അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം. കെ ബാബുവിന് ആശ്വാസം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എം സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. വിധിയിൽ സന്തോഷമെന്ന് ബാബു, വിചിത്ര വിധിയെന്ന് സ്വരാജ്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്നാക്കുമെന്ന വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ടിപ്പുവിന്റെ വരവോടെയാണ് പേര് സുൽത്താൻ ബത്തേരിയായത് എന്ന് സുരേന്ദ്രൻ. വർഗീയ പ്രചാരണമെന്ന് UDFും LDFും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരത്തേക്ക്. 15-ാം തീയതി കാട്ടാക്കടയിൽ പൊതുയോഗം, തൃശൂരിൽ റാലി. തെറ്റായ സത്യവാങ്മൂലം നൽകിയെന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ. 18 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലുമില്ല. BJP സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനാണ് LDF UDF ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ. കോഴ ആരോപണത്തിൽ അനിൽ ആന്റണിക്കെതിരെ അന്വേഷണം വേണമെന്ന് CPIM. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നതെന്ന് MV ഗോവിന്ദൻ. അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും വിശദീകരിക്കണമെന്ന് തോമസ് ഐസക്. വടകരയിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി നാദാപുരത്തെ ജീപ്പ് സ്ഫോടനം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPIM. അപകടമുണ്ടായത് പെരുന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ പടക്കം പൊട്ടിത്തെറിച്ചെന്ന് നാട്ടുകാർ. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയായിരുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പിലെ MLA സ്ഥാനം റദ്ദാക്കണം, അതോടൊപ്പം തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് M സ്വരാജ് നൽകിയ ഹർജിയിൽ മേൽ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായിരിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കിയത്. ആ ഹർജിയിന്മേൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. ബാബുവിന് MLA ആയി തുടരാം. ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ശബരിമല അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പ് വോട്ടർമാർക്ക് നൽകി എന്നതിനും സാക്ഷിമൊഴി സാധൂകരിക്കുന്നതിനും തെളിവില്ല എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. വളരെ 3-4 ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം അപ്പീൽ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്നുള്ളൊരു ഗ്രൗണ്ടായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അതിൽ പലതും ഹൈക്കോടതി ആദ്യമേ തന്നെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു. ഈ ഇലക്ഷൻ സ്ലിപ്പിൽ അയ്യപ്പന്റെ പടം വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന ഒരൊറ്റ ആരോപണം മാത്രമാണ് ട്രയലിലേക്ക് പോയിരുന്നത്. അതിനാണ് ശ്രീ സ്വരാജ് തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷെ അതൊന്നും റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസ്സുകളല്ല. അപ്പോൾ വിറ്റ്നസ്സുകൾ പറഞ്ഞിരിക്കുന്ന മൊഴി കൊറോബറേറ്റ് ചെയ്യുന്ന യാതൊരു ഡോക്യുമെന്ററി എവിഡൻസും സ്വരാജിന് ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ പറ്റിച്ചത്. വിധിയിൽ സന്തോഷമുണ്ട് എന്ന് കെ ബാബു പ്രതികരിച്ചു. ജനകീയ കോടതി വിധികൾ LDFും ഹർജിക്കാരനും അംഗീകരിക്കണം എന്നും കെ ബാബു പറഞ്ഞു. വളരെ സന്തോഷം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസ്വാദമാക്കണമെന്നും
LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ എന്തൊക്കെ തള്ളി, നേരത്തെ ഞാൻ പ്രസംഗിച്ചു, ചുമര എഴുതി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി അന്ന് പറഞ്ഞത് ഈ അയ്യപ്പസ്വാമിയുടെ പടം വെച്ച് സ്ലിപ്പടിച്ചത് അതാണ് മതമുദ്ര ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം നിലനിൽക്കും, ആ കേസ് പ്രശ്നം നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പടിച്ചിട്ടില്ല. ഇത് കൃത്രിമമാക്കി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു. ഇലക്ഷൻ്റെ തലേദിവസം. അതേസമയം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന വിചിത്ര വിധി എന്നായിരുന്നു എം സ്വരാജിന്റെ പ്രതികരണം. വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അപ്പീൽ പോകുമെന്നും സ്വരാജ് പറഞ്ഞു. എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്, കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത്. ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ്. ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല. ഒരു കേസിലെ ജയപരാജയമൊന്നും ഒരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഈ കേസിലൂടെ വിജയിച്ച് നിയമസഭാംഗമാവുക എന്നതൊന്നുമല്ല ഇതിന്റെ ആത്യന്തികമായ കേന്ദ്ര പ്രശ്നം. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ്. പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകും. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിയിലാണ് ഈ വിധിയും പുറത്തു വരുന്നത്. ഈ വിധി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. വിശ്വാസികളുടെ വോട്ട് നേടാൻ, വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ്, അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്. പാർട്ടിയുമായും വക്കീലുമായും ആലോചിച്ച ശേഷം, വിധിയുടെ വിധിപ്പകർപ്പൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. UDF-ഉം LDF-ഉം ഒരുപോലെ ഉറ്റുനോക്കിയ ആ കേസിൽ ആണ് ഇപ്പോൾ വിധിപ്രസ്താവം വന്നിട്ടുള്ളത്. ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരം ആജ്ഞ രവീന്ദ്രൻ നൽകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുവെന്ന് കാട്ടി കെ ബാബു MLA-ക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എം സ്വരാജ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സാക്ഷികൾക്കോ അല്ലെങ്കിൽ രേഖകൾക്കോ തെളിവുകൾക്കോ ഒന്നും ഈ പറയുന്ന ആരോപണം സാധൂകരിക്കാനായില്ല എന്ന് കാണിച്ചാണ് ഹൈക്കോടതി ഈ ഹർജി തള്ളുന്നത്. 2 മുതൽ 5 വരെയുള്ള സാക്ഷികൾ CPM പ്രവർത്തകരാണ്. അതുകൊണ്ട് അവരുടെ സാക്ഷിമൊഴികളെ മുഖവിലേക്കെടുക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നമുക്കറിയാം 1991 മുതൽ തുടർച്ചയായി കെ ബാബു സ്ഥിരമായി നിയമസഭയിലെത്തുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അതേസമയം 2016 തെരഞ്ഞെടുപ്പിലാണ് എം സ്വരാജ് ഈ വിജയത്തെ അട്ടിമറിച്ചുകൊണ്ട് നിയമസഭയിലെത്തുന്നത്. തുടർന്ന് ഈ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് UDF-ന്റെ ആവശ്യകതയെ മാറുകയായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കെ ബാബു വീണ്ടും ഇതേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുന്നു. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ബാബു അന്ന് വിജയിക്കുന്നത്. രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ കേവലമായി ചെറിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അന്ന് കെ ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചത്. അന്ന് തന്നെ 2021 തന്നെ എം സ്വരാജ് ഈ ഹർജി ഫയൽ ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചു, ഹൈന്ദവ വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, വിശ്വാസികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് എം സ്വരാജ് ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. അന്ന് തന്നെ ഹൈക്കോടതിയിൽ കെ ബാബു തടസ്സ ഹർജി ഉന്നയിച്ചെങ്കിലും അത് തള്ളുകയും തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയും ഈ കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിൽ ബാബുവിന്റെ
സ്വരാജിന്റെ ഹർജി തള്ളുന്ന ഒരു സാഹചര്യമാണ്. പ്രഥമ ദൃഷ്ട്യാ സ്വരാജിന്റെ ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് അന്ന് സുപ്രീം കോടതി ഈ ഹർജി തള്ളാനുണ്ടായ സാഹചര്യം. എന്നാൽ ഇന്ന് വീണ്ടും ഹൈക്കോടതി ഈ കേസിൽ വിധി പറയാനിരിക്കെയാണ് സ്വരാജിന്റെ പക്ഷത്തിന് മതിയായ തെളിവുകൾ ഈ പറയുന്ന മതചിഹ്നം ഉപയോഗിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തി എന്നുള്ള ഒരു ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അത് സാധൂകരിക്കുന്ന തരത്തിലായിരുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വിധി വന്നിട്ടുള്ളത്. അത് UDF-ന് ആശ്വാസവും അതേസമയം LDF-ന് ഈ ഘട്ടത്തിൽ തിരിച്ചടിയുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ വയനാട്ടിലെ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണ പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അവിടുത്തെ NDA സ്ഥാനാർത്ഥിയെ വളരെ വൈകിയാണ് പ്രഖ്യാപിച്ചത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പോരിന് ഇറങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നാണ് വയനാട്ടിലെ BJP സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ പറയുന്നത്. ഈ പ്രസ്താവനയിൽ വിവാദം ചൂടുപിടിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് അതല്ല എന്നും ഗണപതി വട്ടം എന്നാണ് എന്നും സുരേന്ദ്രൻ ആവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പേര് മാറ്റും എന്നാണ് സുരേന്ദ്രന്റെ അവകാശവാദം. വൈദേശിക ആധിപത്യത്തിന്റെ പേരിൽ വന്ന പേരാണ് സുൽത്താൻ ബത്തേരി എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കറിയാത്തത്? ഞാനത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഇത്ര മഹാ അത്ഭുതമായിട്ട്? ഇത് ഞാൻ പറഞ്ഞതാണോ? 1984 പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ്. ഗണപതി വട്ടമാണ്. പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDF-ഉം അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ്. എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞങ്ങളതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേന്ദ്രന്റെ നീക്കത്തിന് പിന്നിൽ വർഗീയ അജണ്ട ആരോപിച്ചാണ് CPI-ഉം കോൺഗ്രസും രംഗത്ത് വന്നത്. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. ഒരു ഗണപതി വട്ടമൊന്നും വിലപ്പോവില്ല. കേരളല്ലേ, ഇത് കേരളമാണല്ലോ. അല്ല, ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയല്ലോ. സാധ്യതയില്ല, ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല. ഞാൻ ഈ പരാമർശനം കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 1975 ജനിക്കുന്നത്. സത്യത്തില് എന്റെ ജനനം കഴിഞ്ഞ് ഒരു എന്താ പറയാ ഒരു പ്രാദേശികമായുള്ള ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പൈതൃകമുള്ള ചരിത്രമുള്ള ആ മണ്ണിന്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കാലം പൂർവികര് വിളിപ്പേരായ സുൽത്താൻ ബത്തേരിയെ ഇന്ന് NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് അത് സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു രാഷ്ട്രീയത്തില് ഒരു സംഘടനാപരമായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഒരു ദേശത്തിന്റെ പേര് മാറ്റുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കഴിയുമോ? മാത്രമല്ല അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കാരണമെന്താ? അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങളോട്. ഒരു സംഘപരിവാർ അജണ്ട, വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ സുരേന്ദ്രൻ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൊളിച്ചുതേട്ടലാണ് ഈ അജണ്ടയിലൂടെ വരുന്നത്. വയനാട്ടിൽ
സുരേന്ദ്രൻ എന്തും പറയാം, കാരണം അദ്ദേഹം ജയിക്കുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അതൊരു ആ ഒരു പ്രോമിസ് തന്നെ ഒരു വാലിഡിറ്റി ഇല്ലാത്ത സംഗതിയാണ്. ഉത്തരേന്ത്യയിൽ പല ജില്ലകളുടെയും റോഡുകളുടെ എല്ലാം തന്നെ പേരുകൾ മാറ്റുന്നുണ്ട്. ഇതിൽ ഇലക്ഷൻ സമയത്ത് മതസ്പർദ്ധ സൃഷ്ടിക്കാനും പിന്നെ ജനങ്ങളെ തമ്മിൽ മാനസികമായി അകറ്റാനുള്ള BJPയുടെ തന്ത്രം കേരളത്തിലും പയറ്റി നോക്കുകയാണ്. അതിവിടെ നടക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുരേന്ദ്രൻ ഇങ്ങനെ എന്തും പറയാം. ഞാൻ പറഞ്ഞ പോലെ ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് എന്ത് വാഗ്ദാനം കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വയനാട്ടുകാരനാണ്. സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇടതു വലത് നേതാക്കൾ അതിരൂക്ഷമായ പ്രതികരണവുമായാണ് രംഗത്തെത്തുന്നത്. എന്നാലും തെരഞ്ഞെടുപ്പിൽ BJP വലിയ ആത്മവിശ്വാസമാണ് പുലർത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. 15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ആണ് ഇതിൽ പങ്കെടുക്കുക. അന്ന് തന്നെ തൃശൂർ ജില്ലയിലെ റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഈ വർഷം ആരംഭിച്ച ശേഷം ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. 15-ന് തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അവിടെ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിക്കും വലിയ പ്രത്യേകതയുണ്ട്. കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിലാണ് അദ്ദേഹം എത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇക്കുറി അത് ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ആദിവാസികൾ, അതോടൊപ്പം തന്നെ പിന്നാക്ക ജനസമൂഹം, അങ്ങനെയുള്ള ആളുകളുടെ വോട്ടുകൾ കാലങ്ങളായി UDFനെയും LDFനെയും പിന്തുണച്ചിരുന്ന നെയ്യാറ്റിൻകര, പാറശാല, കോവളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം നാടാർ സമൂഹമാണ്. ഈ വോട്ടുകൾ BJP ലക്ഷ്യം വയ്ക്കുന്നു എന്നത് വ്യക്തമാണ്. ശശി തരൂരിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം സമ്മാനിച്ചത് ഈ മണ്ഡലങ്ങളിലെ വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു വോട്ട് വിഹിതം BJPയിലേക്ക് എത്തിക്കുക എന്നൊരു തന്ത്രം പാർട്ടിക്കുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം വരുന്നത് BJPക്ക് ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കഴിഞ്ഞ ടേം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ച കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ V മുരളീധരൻജി തന്നെ മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷക്കാലമായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, വിദേശ യാത്രകൾ കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവനും ആറ്റിങ്ങൽ പാർലമെന്റിലെ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെയും ഒക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ വിജയ സാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. അതിനൊരു ആത്മവിശ്വാസം പകരുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടി തന്നെയാണ് ഞങ്ങൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ട കാട്ടാക്കടയിൽ പരിപാടി വച്ചിരിക്കുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങൾക്കും പാസ് നൽകുമെന്ന് BJP ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പുറമെ അമിത്ഷായും തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ തിരുവനന്തപുരത്ത് നടക്കും. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തെറ്റായ സത്യവാങ്മൂലം നൽകിയെന്ന ആരോപണത്തിൽ തനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 15 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല. BJP സ്ഥാനാർത്ഥികളെ ആക്രമിക്കാൻ ആണ് LDF UDF ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം നല്ല തന്നെ. തിരുവനന്തപുരത്തിൻ്റെ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും തരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹവും ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഊർജ്ജം എടുത്തിട്ട് ഞാൻ മടങ്ങി തിരുവനന്തപുരത്ത് പോന്നു. ഇന്ന് ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നലെ രാത്രി ഒരു 12:45 ട്രെയിനിലാണ് ഇവിടെ വന്നത്. ഇവിടുന്ന് ഒരു 9 മണിക്ക് 8-8:30 മണിക്ക് ഗുരുവായൂരെത്തി അവിടുത്തെ ദർശനം കിട്ടി ഭഗവാന്റെ അനുഗ്രഹം എടുത്തിട്ട് ഞാൻ മടങ്ങി പോകുന്നു. എല്ലാവിധ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. തിരുവനന്തപുരത്തൊരു മാറ്റം, കേരളത്തിലും മാറ്റം ജനങ്ങൾക്ക് വേണം. ആ മാറ്റം ഈ ഇലക്ഷനിൽ കാണും എന്നാണ് ഞാൻ എൻ്റെ ഒരു ഫീലിംഗ്, എൻ്റെ ഒരു അപേക്ഷ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. സന്തോഷം പ്രകടിപ്പിച്ചു. CAA വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രകടന പത്രികയിൽ CAA റദ്ദാക്കുമെന്ന് പറയുന്നു
എന്നായിരുന്നു സതീശന്റെ വാദം. എന്നാൽ പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് പോലും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ല. RSSന്റെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. BJPയെയും കോൺഗ്രസിനെയും നയിക്കുന്നത് കേരള വിരുദ്ധ വികാരമാണ്. കേരളമാകെ LDF അനുകൂല തരംഗമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴ ആരോപണത്തിൽ അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും വിശദീകരിക്കണമെന്ന് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. മസാല ബോണ്ടിലെ ED കേസിൽ കോടതിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏറ്റുപിടിക്കാനില്ല. സുപ്രീം കോടതിയിൽ പോയാൽ താനും പോകുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരായ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നത്. നന്ദകുമാറിനെ 100% വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ നന്ദകുമാർ പറഞ്ഞു എന്ന് കരുതി ആരോപണം തള്ളിക്കളയാനാകില്ല എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഈ നന്ദകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷേ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം. രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന നടക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. 100% നന്ദകുമാറിനെ വിശ്വസിക്കാനും പറ്റില്ല. നന്ദകുമാറാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇനി വല്ല വസ്തുതകളാണെങ്കിൽ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ ചർച്ചയായി നാദാപുരത്തെ ജീപ്പ് സ്ഫോടനം. 3 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് CPIM രംഗത്തെത്തി. എന്നാൽ പെരുന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ പടക്കം പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് നടക്കുന്ന ഒരു സംഭവമെന്ന നിലയിൽ സർവരിലും ഞെട്ടലുളവാക്കിയിട്ടുള്ള ഒന്നാണ്. നേരത്തെ ഈ പ്രദേശത്തിനടുത്ത് ഇതുപോലെ തന്നെ വലിയ ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ള സ്ഥലമാണ് നരിക്കാട്ടേരി എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ സ്ഫോടനത്തിൽ 5 മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരാണ് അന്ന് മരണപ്പെട്ടിരുന്നത്. അപ്പോൾ ബോംബ് നിർമ്മാണവും സംഘർഷത്തിന് സഹായകരമാകുന്ന വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമാണോ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ചെറിയ പെരുന്നാളിന്റെ തലേന്നാണ് പടക്കം പൊട്ടി വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഉഗ്രസ്ഫോടനത്തോടെ ഈ ജീപ്പ് തകരുകയാണ്. ജീപ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പൂർണ്ണമായും ജീപ്പിന്റെ ഉൾവശവും പുറകു ഭാഗവും ഒക്കെ തകർന്ന നിലയിലാണുള്ളത്. ജീപ്പിന്റെ ചില ഭാഗങ്ങൾ ഉഗ്രസ്ഫോടനത്തെ തുടർന്ന് ഏറെ ദൂരത്തേക്ക് തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി. എന്തായാലും പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടമെന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. ഒപ്പം ഈ സ്ഥലത്ത് തന്നെ നമുക്ക് കാണാം വലിയ രീതിയിൽ പടക്കം പൊട്ടിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. വലിയ തോതിൽ നമുക്ക് ഇതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുകയും ചെയ്യും. പ്രദേശത്തുള്ള യുവാക്കളടക്കമുള്ളവർ ഒന്നിച്ച് സംഘം ചേർന്ന് പടക്കം വാങ്ങിയ ശേഷം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ പടക്കം പൊട്ടിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമായി വടകരയിൽ മാറുന്നു എന്നതാണ് വാസ്തവം. കാരണം LDF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തന്നെ ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനം ദുരൂഹമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു സ്ഫോടനം എന്ന വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ പാനൂരിലുണ്ടായ ആ സ്ഫോടനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരാളുടെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരിക്കുന്നു. പോലീസ് സമഗ്രമായി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ നാട്ടുകാരുണ്ട്. അവർക്ക് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഇത് പെരുന്നാളിൻ്റെ അന്ന് തലേദിവസം എല്ലാ കൊല്ലവും ഇതുപോലെ പൊട്ടിക്കലുണ്ട്, പടക്കം പൊട്ടിക്കലുണ്ട്. അതുപോലെ അന്ന് രാത്രി പൊട്ടിച്ചതാണ്. അബദ്ധവശാൽ ഇതൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചതാണ്. അത് ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് ഇത് മലപ്പടക്കം ഇതിലേക്ക് വന്ന് പതിച്ചു.
എന്നിട്ട് ഒരുപാട് പടക്കം ഉണ്ടായിരുന്നു. കുറച്ച് പടക്കങ്ങളുണ്ട്. തുടങ്ങുന്നതിനുള്ള പൊട്ടിച്ച് തുടങ്ങുന്ന സമയത്തായിരുന്നു. ഇതിപ്പോൾ പല രീതിയിലാണ് പുറത്തു വരുന്നത്. ഈ CPM ഒക്കെ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വലിയ സ്ഫോടനം നടന്നു, എന്താണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല. ഇതെല്ലാവരും ഉണ്ട്. സാധാരണ കൊല്ലത്തിൽ പടക്കം പൊട്ടിക്കുന്ന പൊട്ടിച്ച് ചീതറി വീണിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ നിന്ന് റൈറ്റ്. പാനൂരിലെ സ്ഫോടനത്തിൽ CPIM ഉൾപ്പെടെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഈ നാദാപുരത്തെ ഇത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം അല്ല, അത് പടക്കം മേടിച്ചു കൊണ്ടുവന്നത്, പെരുന്നാളിന് വേണ്ടി മേടിച്ചു കൊണ്ടുവന്ന പടക്കം ആണ് പൊട്ടിത്തെറിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം സജീവ ചർച്ചയാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ